ലീഗ് പൊതുവിലൊരു സോഫ്റ്റ് പാർട്ടിയാണല്ലോ നമുക്ക്, അല്ലേ? ലീഗ് ഒരിക്കലും ഒരു ഹാർഡ് പാർട്ടി ആയിട്ടില്ല. ലീഗ് ഈസ് എ സോഫ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി. അവരുടെ എല്ലാ വിഷയത്തിലും അവരുടെ ഒരു നിലപാട്, ബഹുമാനപ്പെട്ട ക്ലീമിസ് തിരുമേനി വരെ അവിടെ ഉണ്ട്. ലീഗിൻ്റെ ആറ്റിറ്റ്യൂഡ് പൊതുവിൽ ഇങ്ങനെയാണ്. അപ്പോൾ ആ ലീഗിനെയും ആ തങ്ങളെയാണ് ഇപ്പോൾ പിണറായി വർഗീയവാദിയാക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. RSSകാർ പറയില്ല, RSSകാർ അത് നമുക്കറിയുന്ന പൊളിറ്റിക്കലി ആ ഘട്ടത്തിൽ അവരോട് നമ്മൾ എതിർത്ത് നിൽക്കുമ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകൾ മുസ്ലിം ലീഗിനോട് നിൽക്കുമ്പോഴും നമ്മൾ ബഹുമാനിക്കേണ്ട വ്യക്തികളെ ആ ഒരർത്ഥത്തിൽ നമ്മൾ ബഹുമാനിക്കണ്ടേ? അങ്ങനെ ബഹുമാനിക്കപ്പെടുന്ന ഒരു സൊസൈറ്റിയെ മുസ്ലിം ലീഗിനെ STPയുമായും ജമാഅത്ത് ഇസ്ലാമുമായി കൂട്ടിക്കെട്ടാനുള്ള ഈ വെപ്രാളം എന്നാ തുടങ്ങിയത്? ഈ പാർലമെന്റ് ഇലക്ഷൻ റിസൾട്ടോട് കൂടിയല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിൻ്റെ മുമ്പ് ഇങ്ങനെ മെല്ലെ പറയുള്ളൂ. പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞതോട് കൂടിയിട്ട് എന്തായി? മുസ്ലിം ലീഗും അതും പോട്ടെ, ഈ പറയുന്ന ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളടക്കം എന്തായി? വർഗീയവാദിയായി. അതിനെന്താ പറയുന്നത്? ഒന്നുകൂടി അടിവരടുന്നത് ശിഹാബ് തങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല. ആ ഒരു ലെവലിലേക്ക് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ആ ചോദ്യം, മുസ്ലിം ലീഗ് ഈസ് എ സോഫ്റ്റ് പാർട്ടി, അതുകൊണ്ട് അവർക്ക് എല്ലാവരോട് ഒരു താങ്കൾക്ക് പിന്തുണ നൽകിയ CPMന്റെ നേതൃത്വത്തിൽപ്പെട്ടവര് പിന്നീട് വിമർശകരായി രംഗത്ത് വന്നിട്ടുണ്ടോ? അതിന് ധൈര്യം വന്നിട്ടില്ല. ഒരാളും ഉണ്ട് അതിന് അങ്ങനെ ആരും പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അത് പറയുമ്പോൾ നമുക്ക് നോക്കാം. അയാൾ സാധുവാണ്. വിജയരാഘവൻ സഖാവിനെതിരെയൊന്നും ഞാൻ വ്യക്തിപരമായിട്ട് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിലമ്പൂർ സ്ഥാനാർത്ഥി ആരാണെന്ന് UDF തീരുമാനിക്കുന്ന ആര്യാടൻ ഷൗക്കത്ത് പറയുന്നു. ഞാനും ജോയും ഒരുമിച്ച് പ്രവർത്തിക്കും, ഞങ്ങൾക്കിടയിൽ തർക്കമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ അവിടെ UDF ആണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. മൂപ്പര് കഥ എഴുതി കഴിഞ്ഞ് പെട്ടെന്ന് എത്തിയോ നാട്ടില്? എന്തെങ്കിലും അയാൾ ചെയ്യുന്ന ജോലി ചെയ്തോട്ടെ. ആ കാര്യം നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത് റെസ്പെക്ട് ചെയ്യണല്ലോ. ആ കാര്യത്തിൽ പുള്ളി നല്ല കലാകാരനാണ്. ഇത് എഴുത്തിൽ അപ്പം അത് വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ അത് തെറ്റായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ നിലമ്പൂരിന്റെ കാര്യം വരുമ്പോൾ അവിടെ ഷൗക്കത്തിനെതിരെ പറയുന്നു, അവിടെ ആര് സ്ഥാനാർത്ഥിയാകണമെന്ന് തീരുമാനിക്കുന്നു. അവർ മുന്നണിക്ക് അകത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ പരസ്യമായി പറയുന്നത് ശരിയാണോ? അല്ല, ഞാനത് പറഞ്ഞു. എനിക്കൊരു ചെറിയ സേ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ റിക്വസ്റ്റഡ് ഡിമാൻഡ് എന്നാണ് ഞാൻ വാക്കുപയോഗിച്ചത്, അല്ലേ? ഇറ്റ്സ് എ റിക്വസ്റ്റ്. അത് കൺസിഡർ ചെയ്യേണ്ട ആരാണ്? UDF ലീഡർഷിപ്പാണ്. സ്വാഭാവികമായി മലയോര മേഖലയിലെ വിഷയം ഏറ്റെടുക്കേണ്ട ആ സമുദായത്തെ ഒരംഗം കൂടിയാണ് അദ്ദേഹം. ഈ 73 ഈ മെമ്പർമാരിൽ, അസംബ്ലി മെമ്പർമാരിൽ 3 ആളുള്ളത് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന്. ഏകദേശം മലബാറിൻ്റെ ഈ പറയുന്ന മലയോര മേഖല നമ്മൾ എടുക്കുകയാണെങ്കിൽ 30% ഉണ്ടാവും ക്രൈസ്തവ കമ്മ്യൂണിറ്റി. അപ്പോൾ ഇത് അനുഭവിക്കുന്നവർക്കേ ഇത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം എന്താ സണ്ണി ജോസഫ് നിൽക്കാതെ പറയല്ലോ എല്ലാ സമ്മേളനത്തിലും. കാരണം പുള്ളിക്ക് അവിടെ ജീവിക്കാൻ വയ്യ. പുള്ളിക്കത് അറിയാം. നിയമസഭാ സമ്മേളനം അവസാനിക്കുന്ന ആ നടക്കുന്ന പീരീഡിൽ എന്ത് പ്രസംഗം സണ്ണി ജോസഫ് നടത്തുകയാണെങ്കിലും അദ്ദേഹം ഇത് കൂട്ടിഘടിപ്പിക്കാൻ ഒരു മാർഗം ഉണ്ടെങ്കിൽ ഈ ഇഷ്യൂ ഉന്നയിക്കുന്ന ആളാണ്. അതുപോലെയുള്ളൊരു വ്യക്തിയാണ് ജോയ്. എനിക്കറിയാം. അൻവർക്ക ഈ വീട് വിറ്റ് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ലല്ലോ. നമുക്ക് വിറ്റ് പോയി എവിടെയും പോവാം. ഈ സാധുക്കൾ എവിടെ പോകും? അതുകൊണ്ട് നമ്മൾ സഹിച്ച് നിൽക്കുക. കുട്ടികളെ ഇപ്പോൾ ഹോസ്റ്റലിലാക്കുന്ന കാര്യം ആലോചിക്കുകയാണ്. ഇപ്പോൾ ഒരു 6 മാസം മുമ്പ് ഞാൻ ഈ വിഷയം തുടങ്ങുന്ന മുമ്പ് ജോയ് എന്നോട് പറഞ്ഞിട്ടില്ല നമ്മളിതിൽ എന്ത് ചെയ്യും അൻവർക്ക. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കത് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അങ്ങനെ ഒരു മനസ്സ് ജോയിക്കുണ്ടല്ലോ. ആ നിലക്കൊരു റിക്വസ്റ്റ് ഡിമാൻഡാണ്. അതിനുശേഷമാണ് ആകെ ബോംബിട്ട് പൊളിച്ചില്ലേ പലസ്തീന്. എന്താ സ്ഥിതി? ആ സമരത്തിന് ശേഷം പലസ്തീൻ വല്ല ബാക്കിയുണ്ട്. അത് പിണറായി പറയില്ല, പലസ്തീനിലേക്ക് നോക്കൂ, അല്ലേ? അതൊക്കെ ഈ ഒരു നമ്പറിന്റെ ഭാഗം എന്നല്ലാതെ എന്ത്? ഇതൊക്കെ മനുഷ്യർക്ക് അറിയില്ലേ? നേരത്തെ എന്തൊക്കെ കഴിഞ്ഞു പോയി മാഷെ. നമ്മളിപ്പത്തെ പറയാം. അല്ല, അതൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ. അല്ല, ആ ആക്ഷേപങ്ങൾ നിലനിൽക്കുകയും അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. ആ അന്വേഷണത്തിൽ വസ്തുതയുണ്ടെന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണല്ലോ ഈ പറയുന്ന വിജിലൻസ് ഡയറക്ടർ അവരുടെ റിപ്പോർട്ട് തള്ളിയത്.
ഈ അഴിമതി ആരോപണം ഉന്നയിച്ചുള്ള ഉന്നത ശ്രേണിയിലുള്ള പാർട്ടി നേതാക്കളുടെ അറിവോടുകൂടി ആവശ്യപ്പെടുന്നു. പക്ഷേ അഴിമതി ആരോപണം കറക്റ്റ് ആയിരുന്നില്ല, വെറുതെ കടിക്കുക. ഏത് അഴിമതി ആരോപണം? അല്ലല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾ കറക്റ്റ് അല്ല നിങ്ങളെ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു, ഐ വിൽ ക്ലിയർ യു ദാറ്റ്. ഈ പറയുന്ന മറുനാടനുമായിട്ടുള്ള വിഷയത്തിലാണല്ലോ ഞാൻ ഇവരെ തെറ്റുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അവരൊരു നിലപാടെടുക്കുന്നത്? എന്താണ് ഇവരുടെ പിന്നിൽ? ഇതുപോലെയുള്ളൊരു സാമൂഹ്യ ദ്രോഹിയെ ഇവർ പിന്തുണക്കുമ്പം ഇവരുടെ മാനസിക നിലപാട്, പല ഇഷ്യൂവിലും ചെറിയ ഡൗട്ടുകളുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ മുഴുവൻ അന്വേഷിക്കുന്നത്. ഈ അന്വേഷിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പാർട്ടി ലീഡർഷിപ്പിനോട് പറയുന്നത്. ഇതാ ഇത്രയും കാര്യങ്ങളുണ്ട്, ഇതിലിനി എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലായോ? ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ ഞാൻ പാർട്ടിയെ ബോധ്യപ്പെടുത്തിയതാണ്, ലീഡർഷിപ്പിനെ. അപ്പോഴാണ് അവർ പറയുന്നത്, ഇനി നിങ്ങൾ പറയേണ്ടടുത്ത് പറഞ്ഞല്ലോ, ഇനി നിങ്ങളത് പബ്ലിക്കായി പറയും, നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അത് എൻ്റെ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? മറ്റേത് അങ്ങനെയല്ല. ഞാൻ ആദ്യം പറഞ്ഞ അങ്ങനെ തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ശശിൻ്റെ മറ്റേ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതും ഇത് നിങ്ങൾ കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കണം. അത് എനിക്കൊരു ബോധ്യമില്ലാത്ത ഒരു സാധനം എനിക്ക് എഴുതി MLA ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ ഉന്നയിക്കണം എന്ന് പറയാണ്. ഇത് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യം ഞാൻ പാർട്ടി ലീഡർഷിപ്പിനെ ബോധ്യപ്പെടുത്തിയതാണ്. എത്ര മാഷന്മാരെ അതിലുണ്ട്. അല്ല, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിൽ ബംഗാളിൽ കോൺഗ്രസും CPM ഒരു തരത്തിലും തൃണമൂൽ കോൺഗ്രസുമായി സഹകരിക്കുന്ന പാർട്ടികളല്ല. ആരാ പറഞ്ഞ? അതേ സമീപനം ബംഗാളിൽ ചെയ്യാൻ പറഞ്ഞു. അതേ സമീപനം കേരളത്തിൽ കോൺഗ്രസ് എല്ലാം തുറന്നാൽ TV അൻവറിനും തൃണമൂൽ കോൺഗ്രസിനും ഇതുപോലെ തന്നെ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകേണ്ടി വരില്ലേ? അല്ല, അത് തെറ്റാണ്. ഒരു മിനിറ്റിലേക്ക് ആ ക്വസ്റ്റ്യൻ. ചേർത്ത് വയ്ക്കാം. കെ മുരളീധരൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് താങ്കളുടെ UDF-ലേക്കുള്ള വരവിനെയും വിമർശിച്ചു. അത് പുള്ളി ആരെയും തെറ്റിദ്ധരിപ്പിച്ചില്ല. കെ മുരളീധരൻ അന്നും എൻ്റെ ജ്യേഷ്ഠസ്ഥാനത്താണ്, ഇന്നും എൻ്റെ ജ്യേഷ്ഠസ്ഥാനത്താണ്. അത് നിങ്ങൾ ചോദിച്ചാൽ മതി. ഇപ്പം